സോ നമുക്ക് പറയാലോ ADHD ഈസ് എ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ. പക്ഷെ അതിന്റെ എക്സാക്ട് കോസ് എന്താണെന്ന് പിൻ പോയിന്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ADHD ഓഫൻ റൺസ് ഇൻ ഫാമിലീസ്. അതിനൊരു സ്ട്രോങ് ജെനറ്റിക്കൽ കമ്പോണന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് പാരന്റ്സിന് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ആർക്കെങ്കിലും അത് വരാനുള്ള സാഹചര്യം കൂടുതലാണ്. ഓൾസോ റിസർച്ച് ഹാസ് ഐഡന്റിഫൈഡ് സെവറൽ ജീൻസ് ഇൻഫ്ലുവൻസിങ് ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സച്ച് ആസ് ഡോപ്പമിൻ ആൻഡ് നോറെപ്പിനെഫ്രിൻ. നമ്മുടെ മൈൻഡിൽ നമ്മളുടെ ടാസ്ക് എല്ലാം ചെയ്യാനുള്ള മോട്ടിവേഷൻ എല്ലാം തരുന്ന അതിനെല്ലാം ബാധിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കൂടിയാണ്. ഇതിനെല്ലാം എഫക്ട് ചെയ്യുമ്പോൾ അതും ADHDയുടെ ഒരു കോസൽ ഫാക്ടർ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇംബാലൻസ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചർ, പിന്നെ ഒരു അമ്മ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അമ്മയുടെ സ്ട്രെസ് ലെവൽ, അല്ലെങ്കിൽ അവര് വല്ല ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടോ, ആൽക്കഹോൾ, സ്മോക്കിംഗ്, ഇതെല്ലാം ഒരു കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിനും നെർവസ് സിസ്റ്റം പ്രോപ്പറായി ഡെവലപ്പ് ചെയ്യാനും എല്ലാം അത് സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഒരു പക്ഷേ ADHD ഉണ്ടാവാനായിട്ടുള്ള റീസൺസ് ആയി മാറും. അതുപോലെ ബർത്ത് ടൈമിലെ കോംപ്ലിക്കേഷൻസും ഇതിന് വലിയൊരു ഫാക്ടറാണ്. പ്രിമച്വർ ബർത്ത്, അല്ലെങ്കിൽ ലോ വെയിറ്റ്, അതുപോലെ ഈ കോഡ് കഴുത്തിൽ കുടുങ്ങിയിട്ടോ അല്ലാതെയോ കുട്ടിക്ക് ശ്വാസം, ഓക്സിജൻ ഇനഫായിട്ട് കിട്ടാതിരിക്കുക, ഇതെല്ലാം മറ്റു പല ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാവാനും ചാൻസസ് ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സാണ്. അതുപോലെ എക്സസീവ് സ്ക്രീൻ ടൈം, ഒരു കുട്ടി ജനിച്ച് വളർന്നു വരുന്ന ആ ഒരു ഏർലി ചൈൽഡ്ഹുഡിൽ തന്നെ അധികം അറ്റൻഷൻ ഡിപ്രൈവ്ഡ് ആവുന്ന ഒരു സാഹചര്യമാണെങ്കിലും അത് ADHDയുടെ സിംറ്റംസ് ഡെവലപ്പ് ചെയ്യാൻ കാരണമാവുമെന്നാണ് പല റിസർച്ചും സജസ്റ്റ് ചെയ്യുന്നത്.